ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എഡിറ്റ് ചെയ്യാതെ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ തോന്നിയത് കേട്ടോ. അപ്പോൾ വീഡിയോ വേറെ ഒന്നുമല്ല, ഞാനും വിനയ് മച്ചാനും അതുപോലെ ജോൺസ് അച്ചാനും പിന്നെ മുഹാസിബ് മച്ചാനും കൂടെ കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് കേട്ടോ. അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അങ്ങനെ നമ്മളിതാ വിനയ് മച്ചാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ അതാക്കണ അവനെങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കാണ് കേട്ടോ. ഞാനിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കാണ്. ഇനി അവനെയും കൊണ്ട് നമുക്ക് മറ്റു രണ്ടുപേരുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ അവനൊക്കെ വന്നു. ഇപ്പൊ ഇതാക്കണ് ഞങ്ങൾ ഇതാക്കണ മറ്റോലെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വന്ന റോഡല്ലേ ഇപ്പൊ ഇത് മഞ്ചേരി റോഡ് കേട്ടോ. ഇത് അരീക്കോട് റോഡ്. ചെറുക്കന്മാരെവിടെ ലൊക്കേഷൻ അയച്ചെന്നോ? ഗായ്സ്, അപ്പൊ നമ്മളിതാ കാലിക്കറ്റ് എത്താറായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതാക്കണ പോകുന്ന ഭാഗത്ത് ഹൈലൈറ്റ് മാളാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടാണ് ബാക്കി സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ സ്കെലേറ്ററിലൊക്കെ കയറി ഇപ്പൊ ഇതാക്കണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ആലോചിക്കണേ? പോവല്ലേ മേലേക്ക്? എത്ര? 389. ആകണ ഒന്ന് കഴിക്കുക. അപ്പോൾ നമ്മൾ ചിക്കീസ് എന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഗായ്സ്, അങ്ങനെ അവരിതാക്കണ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ചിക്കീസിന്ന് ഞങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും ഇതാക്കണ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ അവരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ 15 മിനിറ്റ് ആയിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പഠിച്ചു. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കീസിന്ന് ബ്രോസ്റ്റും അതുപോലെ ബണ്ണും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചാൻ പറ്റൂല. ഇതെങ്ങനെ പൊട്ടിച്ച അങ്ങനെ ഞങ്ങളെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടോ. ഇതാക്കണേ, എനിക്ക് ലെഗ് പീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഞങ്ങളെ ഉച്ചക്കത്തെ ഫുഡ് അറിയുന്നത് ബ്രോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊന്നും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചേക്കാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അവര് നല്ല ഫോട്ടോ ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗെയിം കളിക്കൽ തുടങ്ങി. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കിടന്നതാണ് കേട്ടോ. അവര് ആണെങ്കിൽ നല്ല ഗെയിം കളിയിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഗെയിം കളിക്കാനുള്ള മൂഡും വന്നില്ല. പിന്നെ ഞങ്ങൾ ഇതാക്കണിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോവാണ് കേട്ടോ. അവരൊക്കെ എണീറ്റിട്ടുണ്ട്. പെട്ടെന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇവിടെ താഴെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. വണ്ടിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വണ്ടിമേലൊക്കെ കയറി ഇപ്പൊ ഇതാക്കണ് പുറത്തേക്ക് എക്സിറ്റ് അടിച്ച് പോവാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ് കേട്ടോ. അപ്പൊ മാപ്പ് ഇടാതെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റിട്ടോ. പിന്നെ ഞങ്ങള് മാപ്പ് ഇടാമെന്ന് കരുതി അവരാണ് മാപ്പ് ഇട്ടിട്ടുള്ളത്. ലുലു മാളിലേക്ക് പോകാനുള്ള മാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇതാക്കണ് ഓലെ ബാക്കിൽ ഇങ്ങനെ പോവാണ് കേട്ടോ.
ഗായ്സ് അങ്ങനെ ഞാനും വിനയും അച്ചാനും ഇവിടെ ലുലു മാളിൻ്റെ മുമ്പിലാണ് ഉള്ളത്. മുഹാസിബും അതുപോലെ അച്ചായനും കൂടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ലുലു മാളിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാകണ് ആ കാണുന്നതാണ് ലുലു മാൾ കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ ലുലു മാളിൻ്റെ എൻട്രൻസ്. പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഈ കാണുന്നതാണ്. ഇവിടെ ഇതാക്കണ്, ഇവിടെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. ബൈക്ക് പാർക്ക് ചെയ്യണ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇതാണ് കേട്ടോ ലുലു മാള്. വണ്ടികളുണ്ടാവും. വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. ഗായ്സ് അങ്ങനെ ഞാനിതാ ലുലു മാളിന്റെ ഉൾഭാഗത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് ലുലു മാൾ കാണുന്നത് കേട്ടോ. ഞാൻ കൊച്ചിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് ലുലു മാൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉൾഭാഗത്തേക്കൊക്കെ കയറിയിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളോട് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അവർ രണ്ടുപേരും പെട്രോൾ അടിക്കാൻ പോയതാണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടെന്ന് കരുതിയാണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതാക്കണ് ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിലാണുള്ളത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നൊന്ന് കണ്ടു. അപ്പോൾ അതാ വിനയ് മച്ചാതാക്കണ് അവർക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവരെവിടെ എത്തിയെന്ന്, അവർക്ക് ഇറങ്ങാൻ പോയോ എന്താ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ അവർക്ക് വിളിച്ചുകൊണ്ട് അവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. എനിക്ക് തോന്നി ഓല കൂടെ കയറുള്ളൂ. ഓല അപ്പുറത്ത് കൂടെയാണ് കയറിയണേ. ഗായ്സ് അങ്ങനെ ഞങ്ങളിതാ എസ്കലേറ്റർ വഴി മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മുകളിലെത്തിയപ്പോൾ ഇവിടെ നല്ല അടിപൊളി സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ ഇവരിതാ ഇവിടുന്ന് ഒന്ന് ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാക്കണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. മുഹാസിബാണ് പോസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതാക്കണ് അവന്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവന് ഇതാക്കണ് ഫോട്ടോ കൊള്ളാമോ എന്ന് നോക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരൊക്കെ ഫോട്ടോ എടുക്കണ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്കും ഫോട്ടോ എടുക്കണം. അങ്ങനെ ഞാൻ ഇതാക്കണ് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോൾ ഇതാക്കണ് അച്ചായന് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അച്ചായൻ പോസ് ചെയ്ത് കണ്ട് ഇപ്പോൾ ആ ഫോട്ടോ നല്ലതാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് മുകളിലേക്ക് പോണ്ടേ, ഇവിടെ ഒന്ന് കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ അതാ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലുലു മാള്, കാലിക്കറ്റ് ലുലു മാളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ കണ്ടിപ്പോൾ അതാ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ കാണാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ ബീച്ചിലേക്ക്. ഗായ്സ് അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തി നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല മഴക്കാറാണ് കേട്ടോ. സൺസെറ്റ് കാണാൻ വേണ്ടി ധൃതി പിടിച്ച് പോകുന്നതായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല മഴക്കാർ കേട്ടോ. മഴ പെയ്യരുത് എന്നായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥന. കാരണം ഞങ്ങൾ കോട്ടൊന്നും എടുത്തിട്ടില്ല, ബൈക്കുമേലായതുകൊണ്ട് കോട്ട് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ കോട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നുകാണ്ട് ഇപ്പോൾ അതാ ബീച്ചിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ദാ നേരെ ഇട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ ഷോപ്പിലൊക്കെ ലൈറ്റൊക്കെ കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പിലിട്ട് കണ്ടപ്പോൾ ഇതാക്കണ് ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ, ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ഞാൻ പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനാണെങ്കിൽ പതുക്കെ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അങ്ങനെ കഴിക്കാൻ കഴിയുള്ളൂ കേട്ടോ, പല്ലിന് കമ്പി ഇട്ടത് കൊണ്ട് തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഇതാക്കണ അച്ചായന് മാങ്ങ ഇതാക്കണ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മാങ്ങ ഉപ്പിലിട്ട് എടുക്കുകയാണ്. അങ്ങനെ അച്ചായന് മാങ്ങ ഉപ്പിലിട്ട് എടുത്തപ്പോൾ പിന്നെ എനിക്കും ഒരു ആഗ്രഹം മാങ്ങ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് മാങ്ങ ഉപ്പിലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ പതുക്കെ ഇങ്ങനെ വായയിലേക്ക് ഇട്ടിട്ടുണ്ട്. പല്ലിന് കമ്പിയിട്ടതുകൊണ്ട് തന്നെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ കഴിക്കണ കാണുമ്പോൾ എനിക്ക് നല്ല അസൂയ ഉണ്ടാകലുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ പതുക്കെ ഇങ്ങനെ ഉപ്പിലിട്ടൊക്കെ കഴിച്ച് ഇപ്പോൾ അതാ ഞങ്ങളിതാ ബീച്ചിൽ നിന്ന് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ നല്ല കാറ്റാണ് കേട്ടോ. നല്ല ഇളം കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, ഈ വൈകുന്നേരത്തെ കാറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ കുറച്ച് നേരം സൈഡിലൂടെ ഒക്കെ നടന്ന് ഇപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരാണ് വന്നിട്ടുള്ളത്. വിനയ് മച്ചാന് ചായ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനിതാ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ.
വേണം. ചായ വരട്ടെ. അപ്പം നമ്മളെ ചായ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ചായ ആണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചായയാണ് നമുക്ക് ആദ്യം കിട്ടിയത് കേട്ടോ. കടി അവർക്ക് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. കല്ലുമ്മക്കായ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കല്ലുമ്മക്കായ വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കല്ലുമ്മക്കായ കഴിച്ച് ഇപ്പോൾ അതാക്കണ്. ഞാനിതാ എനിക്ക് വേണ്ടിയിട്ട് ക്ലോറി ഫ്ലവർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ക്ലോറി ഫ്ലവർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ ഈ ക്ലോറി ഫ്ലവർ കാരണം സ്നാക്സ്. അങ്ങനെ ഞാനിതാക്കണ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ക്ലോറി ഫ്ലവർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെ ചായ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പം അതാക്കണ് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇതാ കണ്ടില്ല, ഒരു ലോഡ് ആൾക്കാർ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കില്ല കടയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, എവിടെ വിനയുടെ മുങ്ങിയോ? എവിടെ പോയടാ? ഓനൊന്ന് വിളിച്ചു നോക്ക്. എടാ എവിടെ ഓനെവിടെ? വിനയുടെ കണ്ടോ? അപ്പൊ വിനയ് മച്ചാൻ തൊട്ടപ്പുറത്തേക്കൊന്ന് മാറിയിരുന്നതായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവനെ കണ്ടുപിടിച്ചിട്ടോ. അവന് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. നല്ല ക്ലിയർ ഉണ്ട് അല്ലേ വിളിച്ചുണ്ടായോണ്ട്? ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്താണ്. പക്ഷെ ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിനയ് മച്ചാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ ഇതാക്കണ് നല്ല മൂന്നുണ്ട്. അപ്പോൾ അതും കൂട്ടി ഇതാക്കണ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ S23 Ultra ആണ് കേട്ടോ വിനയ് മച്ചാന്റെ ഫോണ്. ഇവിടെയാണെങ്കിൽ നല്ല കച്ചവടം ഉണ്ടായതുകൊണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബീച്ചൊക്കെ ശരിക്ക് കാണാം കേട്ടോ. ബീച്ചൊക്കെ ശരിക്ക് കാണാം, നല്ല ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാക്കണ അവരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാക്കണ് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇങ്ങനെ ഓരോരോ പോസിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഒരു പുസ്തകം ഹോർത്തോസ് അറിഞ്ഞാണ്ട് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മനോരമ സ്ഥാപിച്ച ഒരു പുസ്തകമാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ അവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പൂച്ചല്ലേ? അത് പൂച്ച. ഇത് ബുക്ക്. നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ഉണ്ടോ? അവിടെ ലൈറ്റ് കുറവാ. എന്നാ വാ ഫോട്ടോ എടുക്കാം. ഇവിടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അടക്കി. അങ്ങനെ ഞങ്ങൾ പൂച്ചയുടെ ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ തീരെ ക്ലിയർ ഇല്ല കേട്ടോ. പൂച്ചനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ തീരെ ഭംഗിയില്ല കേട്ടോ, തീരെ ക്ലിയർ ഇല്ല. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് പോവാണ് കേട്ടോ. ക്ലിയർ ഇല്ലല്ലേ? ബീച്ചിൽ നിന്ന് പോവാണ്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തേക്കാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഞങ്ങൾ 4 പേരും ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതാക്കണ ഇങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. കൊച്ചി ബിനാലെ അറിഞ്ഞാണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പോയ ദിവസമല്ല, അതിന്റെ അടുത്ത ദിവസമാണ് കേട്ടോ ഇവിടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് നോക്കിയാണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ അവർ ഇതാക്കണ മുമ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വരുന്നത് കാരണം ഞാൻ കുറച്ച് സ്ലോ ആണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണേ ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്താണ് നമ്മളെ ജ്യൂസ് ബേ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ഇപ്പൊ ഇതാക്കണേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു 2 പേര് ഇതാക്കണ് വരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ജ്യൂസ് ബേന്റെ ഉള്ളിലേക്കൊക്കെ കയറി ഓർഡർ കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
ജ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ 4 പേരും ഒരേ ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് പോവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് ഇതാക്കണ ഇവിടെ എത്തിയിട്ടുണ്ട്. 4 പേരും ഒരേ ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതാക്കണ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ ജ്യൂസ് ഭയങ്കര രസമല്ല ജ്യൂസാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങളെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇതാക്കണി ഞങ്ങള് പോവാണ് കേട്ടോ, നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങള് പോരുന്ന ഭാഗത്ത് ഇതാക്കണിപ്പോ നമ്മൾ മഞ്ചേരി എത്തിയപ്പോ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതാ മിഡ്വേ റെസ്റ്റോറന്റിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതാ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ കൈയൊക്കെ കഴുകി ഇതാ ഇങ്ങനെ ടേബിളിൽ ഓർഡറൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങള് 4 പേരും 3 പേര് അൽഫാമും മതിയും, അതുപോലെ വിനയ് മച്ചാന് മധൂത്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അവനൊന്ന് മധൂത്തൊന്ന് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മധൂത്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതാക്കണ പ്ലേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഓരോ പ്ലേറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തിയും അൽഫാമും ഇവിടെ എത്തിയിട്ടുണ്ട്. മധുവത്ത് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ട് പറയട്ടോ. അപ്പൊ ഞാനിതാ മയോണൈസൊക്കെ കൂട്ടി ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇവിടുത്തെ മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ മന്തി ഒന്ന് കഴിച്ചു നോക്കുക തന്നെ വേണം, അത്രക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ അപ്പോൾ ഇങ്ങനെ മന്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ മന്തി കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ദാ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പൊ സമയം ഇതാക്കണ് 10 മണി കഴിഞ്ഞ് ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബായ് ബായ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇതാക്കണ് ഞാനിതാ വീട്ടിലേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.